Oh. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കോട്ടി മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ആൻഡ് ഇത് കന്നഡ മൂവി ഇൻഡസ്ട്രി എന്നുള്ള ഒരു ട്രെയിലറും കൂടിയാണ്. കോട്ടിയുടെ അർത്ഥം എന്താ സംഭവം നമുക്കറിയില്ല. ഇന്നലെയാണ് സംഭവം വന്നത്. ഡാലി ധനഞ്ജയാണ് ഇതിന്റെ അകത്തുള്ളത്. നമുക്കറിയാം, നമ്മൾ ഡാലി ധനഞ്ജയ ഇതിന് മുന്നേ കുറച്ച് മൂവീസിന്റെ ഒക്കെ ട്രെയിലേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പടം കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മള് ഓൺലി ഒരു വില്ലൻ പുഷ്പ മൂവിന്റെ അകത്ത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓരോ സിനിമയിലും ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. തകരു മൂവിയില്ലേ, തകരു നമ്മള് ചെയ്തിട്ട് നമുക്ക് ഇറക്കാൻ പറ്റിയില്ല. ബട്ട് വി ഹാവ് സീൻ ആക്ച്വലി ലൈക്ക് നമ്മൾ ഒരു സീൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മളൊരു ചെറിയൊരു നോക്ക് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മൂവിയിൽ എന്താണ് ഈ കോട്ടി എന്ന് പറയുന്നത്? പക്ഷെ തമിഴിൽ നോക്കുമ്പോഴാണെങ്കിൽ ഹീസ് വിത്ത് തോക്കും ഗണ്ണും ഐസും. എന്താ കോമ്പിനേഷൻ എന്നുള്ള അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ആ ട്രെയിലറിൽ. പ്രത്യേകിച്ച് നമുക്ക് സജഷനും വന്നായിരുന്നില്ല ചെയ്യാനായിട്ട്. കാണാം. റെഡി? ജൂൺ 14 കേട്ടോ റിലീസ്. ഓ, ആള് ഡിഫറെന്റ് ആയിരിക്കും. ಈಗ ನಾನು ಯಾರಿಗೋ ಒಂದು ಕೆಲಸ ಮಾಡಿಕೊಡು ಅಂತ ಕೇಳ್ತೀನಿ ಅನ್ಕೋ, ಅವ್ರು ಆಗಲ್ಲ ಅಂತಿದ್ದಾರೆ ಅಂದ್ರೆ ನನ್ನ ಮೇಲೆ ಮರ್ಯಾದೆ ಇಲ್ಲ ಅಂತ ತಾನೇ ಅರ್ಥ. ದೀನು ಸಾವುಕಾರ್ಗೆ ಯಾರಿಲ್ಲ ಅಂತಾರೆ? ಅವನು ಹೇಳ್ತಿದ್ದಾನೆ. ಮನೆ ಶಿಫ್ಟಿಂಗ್ ಮಾಡ್ಬೇಕಾ? ಒಂದು ಕಾಲ್ ಮಾಡಿ ಸಾಕು, ಎಲ್ಲನೂ ನೀಟಾಗಿ ಪ್ಯಾಕ್ ಮಾಡಿ ಶಿಫ್ಟ್ ಮಾಡ್ಕೊಡ್ತೀವಿ. ಶಿಫ್ಟಿಂಗ್ ಕೆಲಸ ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಕ್ಯಾಬ್ ಓಡಿಸ್ತೀನಿ. ಲೇಟ್ ಆಗುತ್ತೆ, ವೇಟಿಂಗ್ ಚಾರ್ಜ್ ಕೊಡು. ಕಾಯ್ಬೇಕು. ಈ ಚಾರ್ಜ್ ಕೊಡದೇ ಇದ್ದಾಗಲೂ ನಾನು ವೆಯ್ಟ್ ಮಾಡ್ತಾನೇ ಇದ್ದೀನಿ. ಕೋಟಿ ಸೌತ್ ಇಂದ ಒಬ್ಬ ಹುಡುಗ ಬೇಕು, ನೋಟೆಡ್ ಇರಬಾರ್ದು, ಆದ್ರೆ ಗುರಿ ಪಕ್ಕ ಅಂದ್ರೆ ಪಕ್ಕ ಇರಬೇಕು. ಕೋಟಿ ಅಂತ ಹೊಸ ಹುಡುಗ ಸೌತ್ ಅಲ್ಲಿ ಬಿಡಿ. ಮತ್ತು ಗುಂಡಿಗೆ ಇರೋರು ಸಿಗೋದಕ್ಕೆ ಚಾನ್ಸೇ ಇಲ್ಲ. ಇದೆಯಾ ಗುಂಡಿಗೆ? ಇದೆಯಾ? ഗോലിയാണോ? മാർനവമി ഓടിസ്ತೀನಿ. ಓ ತಿನ್ನು ಗೊತ್ತೇ? ತಿನ್ನು. ಹೇಳಿದ್ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಸಾವುಕಾರರು ಸ್ಟ್ರೈಕ್ ಆಗ್ತಾರೆ. ವ್ಯವಹಾರ ಯಾರ ಜೊತೆಗೆ ಬೇಕಾದ್ರೂ ಆಗ್ಬಹುದು, ಆದ್ರೆ ಈ ಎರಡು ಮುಖ ಇರೋರ್ ಜೊತೆ ಮಾತ್ರ ಮಾಡಬಾರ್ದು. ಕಳ್ತನ ಮಾಡಬಾರ್ದು ಅಂತ ಮನ್ಸಲ್ಲಿ ಸರಿ ಅನ್ಕೊಂಡು ಅವಳು ಕಟ್ಟಿದ್ದಾಳೆ. ಅವಳು ಕಳ್ಳಿ. ಅವ್ರಿಂದ ಮೋಸ ಆದಾಗ ಯಾವ ಮುಖಕ್ಕೆ ಬಾರಿಸೋದು ಅನ್ನೋ ಕನ್ಫ್ಯೂಷನ್ ಎಲ್ಲ ಟೈಮ್ ವೇಸ್ಟ್ ಆಗ್ಬಿಡುತ್ತೆ. നോബിൻ പോൾ മ്യൂസിക് ഗൈഡൻസ് സ്കോർ. ನನಗೂ ಸಪ್ತಸಾಗರ ಅಲ್ಲೇ ಮಾಡಿದ್ರೆ ಪಾತಿ ಸುಟ್ಟೋಗ್ತಾಳೆ. ದೀಪಾವಳಿ ಒಳಗಡೆ ಉಡಾಯಿಸ್ತಾಳೆ ಜೈಲ್. ಏನಾದ್ರೂ ಹೆಚ್ಚು ಕಮ್ಮಿ ಆದ್ರೆ ಹೆಚ್ಚು ಕಡಿಮೆ ಆದಾಗೆ ಮಾತಾಡೋಣ. റിട്ടേൺ പരം. ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಸ್ಕೋರ್ നല്ല ಇಂಪಾರ್ಟೆಂಟ್ കൊടുത്തിട്ടുണ്ട്. നല്ല ಇನ್ನನ್ ಮಾಡಕೊಟ್ಟಿರೋ ಕೆಲಸಕ್ಕೆ ನೀವು ಜೋರಾಗಿ ಇಟ್ಕೊಡ್ಬೇಕು ನಮ್ಮಿ. ಮಹಾನವಮಿ ಉತ್ಸವಕ್ಕೆ ಸಿಂಗಾರಗೊಳ್ಳುತ್ತಿರುವ ಜನತಾ ಸಿಟಿ, ಎಲ್ಲಿ ನೋಡಿದರಲ್ಲಿ ವೇಷ ವೇಷ ವೇಷ. ഒരു തല്ല് വൈബ് ഫൈഡ്. ടൈഗർ ഡാൻസ് സംഭവം വൈബ് മൊത്തം കാണിക്കുന്നുണ്ട്. മാക്സിമം ಈ ಗ್ಯಾಂಗ್ನ ಹಿಡಿಯೋಕೆ ಕ್ಲೂ ಈ ಸಲ ಸಾಲಿಡ್ ಆಗಿದೆ. ಹುಲಿ ಬೋನಿಗಿರೋ ಟೈಮ್ ದೂರ ಇಲ್ಲ. These tigers will be hunted and captured, I assure you. What is that? പൊളിയായിരുന്നു കേട്ടോ സംഭവം. ജിയോ സ്റ്റുഡിയോസും ഉണ്ട് കേട്ടോ പ്രസൻസിൽ. സംഭവം നന്നായിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, ഒരു ഗുണ്ട ഒരു വൈബ്, ആ ഒരു സംഭവം ഒരു ഫൈറ്റ് ഒക്കെ ഉള്ള ഒരു വൈബാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനകത്ത് വിഷ്വലിലും മ്യൂസിക്കലും നന്നായിട്ട് സ്കോർ ചെയ്തായിരുന്നു. അതായത് മറ്റു സംഭവങ്ങളൊക്കെ ഒരു ആസ് യൂഷ്വൽ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, ഈവൻ ദോ ലൈക്ക് ലാസ്റ്റ് ടൈം വി വാച്ച്ഡ് ഡാലി ധനഞ്ജയാസ് സം ട്രെയിലർ. എന്തായിരുന്നു അത്? ഒരു ഭയങ്കര ഫെസ്റ്റിവൽ ഒക്കെ ആയിട്ട്, വാസ് ഫുൾ ഓഫ് ഫെസ്റ്റിവൽ ഇൻ ജയിൽ. അത് വേറെ ഏതൊരു മൂവി, ഐ തിങ്ക് സം അതർ മൂവി. മനസ്സിലായി ഏതാന്ന് അറിയുന്നില്ല. ഐ തിങ്ക്
think അത് it's ഫുൾ not എൻജോയ് ഒക്കെ ചെയ്തോണ്ട് അതല്ല fully he was enjoying. That was on his birthday or something like that. അപ്പോഴാണ് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ പുള്ളിക്കാരന്റെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരന്റെ ആ ഒരു വൈബ് തന്നെ അതാണ്. അതായത് ഒരു എവിടേക്കോ ഒരു നെഗറ്റീവ് ഷെയ്ഡോ പ്ലസ് അത് മാത്രമല്ല കുറച്ചൊരു ആക്ഷൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരന്റെ പടം വരാറ്. പിന്നെ അതുപോലെ തന്നെ ഈ ലുക്ക് കാണുന്നത് ചില സ്ഥലത്തൊക്കെ നമുക്ക് അടുത്ത വീട്ടിലൊരു നെയ്ബർഹുഡ് ആ ഒരു ലുക്കും ഉണ്ടല്ലേ. മറ്റേ ആ ഫസ്റ്റ് ഐസും പിടിച്ചൊക്കെ വരുന്ന സമയത്ത് കാണുന്നത് ആ ഒരു സാധനം ഉണ്ട്. പിന്നെ എല്ലാ ജോലിയും ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ഹി വാസ് ലൈക്ക് എനിക്കാണോ ഒരു നോർമൽ ആയിട്ടുള്ള ജോലിക്കാണ്, പക്ഷെ എങ്ങനെയോ ആ ഒരു പാത്തിലോട്ട് പോയി. പക്ഷെ എന്റെ അവസാനം ആ ഒരു നമ്മൾ പറയാം ടൈഗർ ഡാൻസിന്റെ ഒരു കോസ്റ്റ്യൂമിൽ വരുന്ന സമയത്ത് ആ ഷെയ്ഡ് കിട്ടുമായിരുന്നു. ആൻഡ് നോബിൻ പോൾ മ്യൂസിക്, നമ്മളെ 777 ചാർലിയാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല, ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കേട്ടൊരു ഫീൽ കേട്ടോ പാട്ട്. അത് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമുക്കിപ്പോ ഏകദേശം നമ്മളിപ്പോ ആവേശം മൂവി റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആവേശത്തിൽ റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആവേശത്തിലുള്ള ഒരു എനിക്കോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോ. ആൻഡ് സംഭവം എന്ന് പറയുന്നത് ഗ്രേറ്റ് സംഭവം എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ലെങ്കിലും എന്തൊക്കെയോ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വൈബ് ഉള്ള സംഭവം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം കേട്ടോ ആ ഒരു പ്രായമായിട്ടുള്ള അദ്ദേഹം ഇല്ലേ, എനിക്ക് തോന്നുന്നു സപ്തസാഗരയിലെ ജയിലിലെ ആ ഒരു സംസാരിക്കുന്ന ആളില്ലേ, നറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവം, അതായത് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ആള് കാണുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരാളുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സംഭവം തോന്നുന്നുണ്ട് എവിടെയൊക്കെ ഉണ്ട്. എന്താ സംഭവം നമുക്കറിയില്ല. ആൻഡ് കോട്ടി അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് നെയിം ഓഫ് ദ പേഴ്സൺ, നെയിം ഓഫ് ദ പേഴ്സണും ആണ്, നെയിം ഓഫ് ദ ലൊക്കേഷനും ആണ്. അങ്ങനെ പക്ഷെ പേഴ്സണെ വിളിക്കുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത്, വിളിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സംഭവം. എന്താന്നുള്ള പ്ലീസ് കമന്റ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.